started day 3 exploring, and in our hotel there is no breakfast, so we come outside to a restaurant and enjoy the seafood koityo, garlic bread, and the pav here, and of course black coffee. Of course this trip is worth it. Yeah, we feel that it is great. Coming up with a lot of childhood memories. Okay, very nice your food. We had breakfast from here. Look, a lot of things are here. We enjoyed the Malaysian, right, or Chinese mix. Chinese mix, ma'am. Yeah, Chinese mix. Yeah, I'm also cherishing my childhood memories. Eating koityo Yes, ma'am. and the mihun. Yeah, the last time when I was here. Next time na, ma'am, you try mihun. Yeah. Yeah. Please say hi to our viewers. Hi. Thank you once again. Your name, please. Hi, I'm Ned. Okay. From Brunei. From Brunei, right? Yes, ma'am. From Bandar? No, ma'am. Here. From original here. Yes, Yeah, ma'am. yeah. Thank you so much. Okay, Thank ma'am. you. You're welcome, ma'am. Thank you so much. കാപ്പി കുടിച്ച് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സീ വ്യൂ ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ്. നമുക്കിനി കടലും കൂടെ ഒന്ന് കണ്ടേക്കാം. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ് കേട്ടോ. ഷിപ്പും എല്ലാം വന്ന് കിടക്കുന്നു. നമ്മൾ നിറച്ച് തെങ്ങ് വന്നേ നോക്കിയേ. പക്ഷെ നമ്മുടെ തെങ്ങിനെയൊക്കെ കാണും ഹെൽത്തിയാണ് ഈ തേങ്ങ. ഇവിടെ തേങ്ങ വേണ്ടെന്നുള്ളതാണ്. പക്ഷെ മേ ബി ദെയർ വിൽ ബി സം എൻ്റർപ്രൂണേഴ്സ്, കോക്കനട്ട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊരു അലങ്കാരം പോലെ നിർത്തിയിരിക്കുന്ന പോലെയാണ്. ദേ തേങ്ങയൊക്കെ കിളിച്ചും കിടക്കുന്നു, ഇവിടെയൊക്കെ വീണും കിടക്കുന്നു. അവർക്കങ്ങനെ അങ്ങ് വേണ്ട. ഞങ്ങളൊരു ഫ്രൂട്ട് വെജിറ്റബിൾ മാർക്കറ്റിൽ പോയപ്പം അവിടെ ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിളഞ്ഞ തേങ്ങ പൊതിച്ചും വെച്ചിട്ടുണ്ട്. ഇതേ എണ്ണക്കപ്പലുകൾ കിടക്കുന്നതുണ്ടോ. ഈ കടപ്പുറത്തൊക്കെയാണ് കുഞ്ഞുനാളിൽ കളിച്ചിരുന്നത്. ഞങ്ങൾ ചെറുതയിലേ കളിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. കേട്ടോ ഈ ഓഷൻ, ഇത് സൗത്ത് ചൈന സീ എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. അന്ന് എല്ലാവരും പസഫിക് ഓഷൻ എന്ന് പറഞ്ഞ മാതിരി തന്നെ തോന്നുന്നു. നോക്കി ഇത്രയും നീണ്ട മണൽപ്പുറവും. കണ്ടല്ലോ, ഓൾറെഡി കാണിച്ചു. ആണ് ഞങ്ങൾ താമസിക്കുന്ന സീ വ്യൂ ഹോട്ടൽ. അതിൻ്റെ പുറകിൽ തന്നെയാണത്. ഷെൽസ് നോക്കി, ഇതിനെയൊക്കെ ഞങ്ങൾ അങ്ങനെ കുഞ്ഞുനാളിൽ നമ്മൾ കളിച്ച് കുളിച്ച് വളർന്നെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്തിയിരിക്കുവാണ്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ് ഫോർ വാച്ചിങ്. ഇവിടെ മുഴുവൻ ഇത് മുളയ്ക്കും കേട്ടോ, തൈകളും എല്ലാം. തെങ്ങിൻ തൈ ഇതുപോലെ നമ്മൾ അന്നും തടിയൊക്കെ ഉണ്ടായിരുന്നു, ചവിട്ടി കയറുമായിരുന്നു. ഇതിലേ പോവേണ്ട നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ
താമസിക്കുന്ന ഹോട്ടൽ സീ വ്യൂ അപ്പാർട്ട്മെൻറ്റ്. ഉള്ളതേ കയറിപ്പോയി, കരയിലെത്തി. He is happy. He is so happy. ഒരു വലിയ നാളികേരം, നല്ല വെയിറ്റ് ആട്ടോ, എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ എന്തോ രാജ്പിള്ള എന്തോ എനിക്കൊരു ക്യൂസ് തരുവാണ്. സ്ലേറ്റില്ലേ, സ്ലേറ്റിന്റെ തടി പോളിഷ് ചെയ്യുന്ന ഇത് വെച്ചാണ്. കല്ലൊക്കെ പിടിച്ചൊക്കെ അഴുക്കാവൂല്ലേ, ഇത് കൊണ്ടുപോയി ഒരയ്ക്കുമ്പോ നല്ല തടിയായിട്ട് തെളിഞ്ഞു. ഞങ്ങള് ഇതാണ് ഈ സർഫസ് വെച്ചാണ് ഞാൻ. ഇത് നമ്മുടെ അറബിക്കടലിന്റെ തീരത്ത് താമസിച്ചവരാട്ടോ. ഇങ്ങനെയാണ് സ്ലേറ്റ് വൃത്തിയാക്കുന്നത്. തടി കണ്ടാ. അപ്പം രാജ്പിള്ളയും is cherishing his childhood memories back in India. Okay, that is great. Let's move. ഞങ്ങളുടെ സീ വ്യൂ ഹോട്ടൽ. യെസ്, ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് കയറുക കേട്ടോ. രാവിലെ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞു, റെഡി മണി. നാട്ടിൽ നിന്ന് വന്നതേ ബ്രൂണയിൽ വന്നിട്ട് തേങ്ങയോ തേങ്ങ എല്ലാം വീണ് കിടക്കുക. സൺ ബാത്ത്. ലുക്ക് അറ്റ് ദിസ് കാറ്റ്, ലുക്ക് അറ്റ് ദിസ് കാറ്റ്. സ്വിമ്മിങ് പൂളുണ്ട് അവിടെ. ഹോട്ടലിൻ്റെ ബാക്കാണ്. ഇതാ ഒരു ഫാമിലി സീ ബാത്തൊക്കെ കഴിഞ്ഞ് വരുന്നു. നോക്കാം. യെസ്, ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ്. Are you family? Are you family? Here is another guy. ഇതാ ഞങ്ങളുടെ 3rd ഡേ റോഡിലൂടെ ഡ്രൈവ് തുടങ്ങി. ഇത് ശ്രീ ബാബുരാജ് സാറാണ് ഞങ്ങളുടെ സാരഥി. സോ കൈൻഡ് ഓഫ് യു സർ. യെസ്, ആൻഡ് വി ആർ ഇൻസൈഡ് ദ ഷെൽ കോമ്പൗണ്ട് again. These are all shell houses. All and most of the houses are same pattern. ഞങ്ങളുടെ Our 3rd day trip started. Is our guide today, and he is working in Anthony Abel's college here, and he is taking care of us. Lot of companies came there. And I have this feeling that beautiful maintained houses there. That's exactly. നമ്മളെങ്ങനെ ജീവിതത്തെ കാണുന്നു അതാണ് ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് വീണ്ടും അടിവരയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സോ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. ഞാനിപ്പം ഇത് കണ്ടോ, look at this book, and this is my book, my 4th book, Life is Beautiful. സോ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ പോകാൻ പോകുവാണ്. സെയിൻറ്റ് ഏഞ്ചലാസ് കോൺവെന്റ് സ്കൂൾ. ലെറ്റ് മി സീ വെദർ ഐ ക്യാൻ റിക്കലക്ട് എനിത്തിങ്. ഇന്ന് സ്കൂൾ അവധിയാണ്, ബട്ട് ദ സ്റ്റാഫ് വിൽ ബി ദെയർ. മീൻസ് സ്കൂൾ ഹോളിഡേയ്സ് ആണ് ഇപ്പോൾ ഒരാഴ്ച. എന്താ വിശേഷമുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ സ്കൂളിലൊക്കെ ചെന്നിട്ട് പറയാം. എനിക്ക് ഓസ്ട്രേലിയ ഇവിടെയായിട്ട് വന്നൊരു വ്യത്യാസമാണ്. ഓസ്ട്രേലിയയിൽ ഏത് പബ്ലിക് ടോയ്ലറ്റിൽ ചെന്നാലും അവിടെയും കുറെ കൂട്ടുകാരും എവിടെ പോയാലും ഫ്രണ്ട്സ് മേക്കിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം. നമുക്ക് റിയലി എന്താ പറയണ്ടേ, യാതൊരു തിരക്കുമില്ല. I love Syria. Look at that. I love Syria. ഞാൻ ഫോട്ടോയും എടുത്തു കേട്ടോ. ഇതെന്താ ഉള്ളില് നല്ല രസമുണ്ടല്ലോ, നല്ല പ്ലാന്റ് ആണല്ലോ. വാട്ട് ഈസ് ദാറ്റ്? ഇത് ഇന്നലെ നമ്മൾ കണ്ടതാ കേട്ടോ. എക്സാക്ട്ലി അവിടെ കൂടെ തന്നെ നമ്മൾ റൈഡ് ചെയ്തു.
പക്ഷെ ഐ ലവ് സിറിയ ഇന്നലെ കണ്ടില്ല. Syria city, and this place is known as Oil City of Brunei. ഓയിൽ സിറ്റി ഓഫ് ബ്രൂണൈ. സിറിയ. യെസ്റ്റർഡേ നമ്മൾ ഇന്നലെ ഇവിടെ നമ്മൾ അതിലേക്ക് പാസ് ചെയ്തു. അല്ല നമ്മൾ സാത്യ കഴിച്ചത് അവിടെ വിചാരിക്കും ശരിയാ ഇല്ലേ? നമ്മള് ആ ഭാഗത്ത് പോയി. ഇത് നോക്കൂ, ഇവിടെ നമുക്കൊരു കട കണ്ടല്ലോ ഇന്നലെ, നമ്മുടെ മലപ്പുറത്തെ ഒരു ഇക്കാക്കയുടെ കട. അപ്പം നമ്മൾ ആ സിറിയ ടൗണിലെത്തി. ഇവിടെയൊക്കെയാണ് അന്ന് ഞങ്ങളും വരുന്നത് ഷോപ്പിങ്ങിനും ഒക്കെ. നമ്മൾ കുഞ്ഞുങ്ങളാണ്, എന്നാലും വി സ്റ്റിൽ റിമെമ്പർ എവറിത്തിങ്. ഈ ഒരു വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ കുറെ കൂടെ ഷാർപ്പണാക്കി. അൾഷിമേഴ്സ് ഒക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വർഷം മാറി. പണ്ടത്തെ സിനിമ ഹാളാണോ അത് കൺവെർട്ടഡ് ടു? ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസ്. Look at this. This is post office. Look at this. This is the തോന്നി പോവാ. Look at the building. ഇതൊക്കെയാണ് ഇവിടുത്തെ പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു 10-65 വർഷമെങ്കിലും പഴക്കം കാണും. കാര്യം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കണുണ്ടല്ലോ ഈ വീടുകൾ. അതെ, അവിടെ മലയാളി അധ്യാപകരെങ്ങാനും ഉണ്ടോ? ഇവിടെ ഇല്ല, അവിടെ ഉണ്ട്. സെയിന്റ് ഏഞ്ചലസിലുണ്ട്. ഉണ്ടോ മലയാളം പറയുന്നവര്? പക്ഷെ അവരിപ്പോ ലീവിലായിരിക്കും. അയ്യോ, അവര് നമുക്ക് ഫോണിൽ വിളിക്കാൻ പറ്റൂ? ആ ലീവ് അല്ലേ കേട്ടാ, സ്കൂളില്ലാത്ത ലീവ്. അല്ല, അവര് അവിടെ തന്നെ താമസം. ഇതാണ് സെന്റ് മാർഗരറ്റ് സ്കൂൾ. അത് ചുങ്ചിങ് സ്കൂൾ. ചൈനീസ്. ഇത് അങ്ങനെയല്ല, ഇത് ഒരു മലയാളി. ഈ മാർഗരറ്റ് സ്കൂൾ ഈസ് ഓൾസോ വൺ ഓഫ് ദ ഗുഡ് സ്കൂൾ. ഇവിടെ ഒരുപാട് മലയാളി ടീച്ചേഴ്സ് ഇതിലുണ്ട്. നമ്മളാണ് എനിക്ക് ഈ റോൾ അവരുടെ ചുങ്ചിങ് സ്കൂൾ. Chongqing. So that is Chinese management. Chinese management. Chongqing Middle School. നിർത്തണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ല. സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇത്. ഈ ഏരിയ സെയിന്റ് ആഞ്ചലസിന്റെ, ഇത് സെയിന്റ് ആഞ്ചലസിന്റെ ഇതാണ് ക്വാർട്ടേഴ്സ് ആണ് ഇത്. ഞങ്ങൾ പഠിച്ച സ്കൂളിൽ ഇത് അബാൻഡൻഡ് ആണ്. They made a new apartment. ഞാൻ പഠിച്ച സ്കൂളിലോട്ട് വരുവാണ് കേട്ടോ. അവളും പഠിച്ചു. അവള് പക്ഷെ 1 ക്ലാസ് 2 ക്ലാസ് താഴെയായിരുന്നു. 1.5 വയസ്സല്ലേ. സെയിന്റ് ഏഞ്ചലസ് കോൺവെന്റ്. We are inside. Sir is waiting at place. ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഇത് കണ്ടോ, ബലായ് ബോംബ എന്ന് പറഞ്ഞ സിറിയ ഫയർ സ്റ്റേഷനാണേ. സ്കൂൾ ഗാർഡനൊക്കെ കണ്ടോ, ഈ ബിൽഡിംഗ് ഒക്കെ ഉള്ളതായിട്ട് തന്നെ ഞാൻ റിമെമ്പർ ചെയ്യുന്നു കേട്ടോ. ഓൾ ദീസ് ബിൽഡിങ്സ് ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളിലെ ലൈബ്രറി 61 കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് പോയതാ. ഇപ്പത് ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ ഇത്രയും പുസ്തകം ഗിഫ്റ്റ് ചെയ്യാൻ വന്നിരിക്കും കേട്ടോ. Exploring day. Today is the 3rd day we are exploring here. Not in KB, we were in Bandar. Oh, all right. Yeah. Do you enjoy that? Yes, sure. All day by the sea. Yeah. Amy ഇവിടെ ടീച്ചറാണ് എൻ്റെ. ഷീ ഈസ് 3 years younger to me, but when I talked to her, I was able to recollect more. To be together, sharing some So nice I things. wish at least one person connected to be farm. It's all lower ground. I don't know whether you remember. Oh. We always had floods. When floods during the rainy days. Okay. Okay, and then there was all sand, and then we would sit under the tree. Oh, that I remember. You mean the whole time was not on? No, that was on. And this okay. time. Okay, thank you so much, Amy. I'm feeling proud
to become an old student of here. Look at the school. Just like the school also, Amy, I also grew up. And at the age of 71, and my husband is 81, by the grace of the Almighty, we are still doing good deeds to the human Praise kind. God. Yeah. Let us sing a song together, Amy. The time to be happy is now. The place to be happy is here. The way to be happy is to make someone happy and have a little heaven right here. We got a great time. Thank you so much, okay? Bye. Bye. Anthony Abel College. Okay. Yeah. She's coming after 60 years. Yeah, to visit. Yeah. Welcome. Our colleagues. So they are visiting? Yeah, they went to Angelas and I just wanted Yeah. Okay, nice. Yeah. You Thank enjoy your you. stay here. Thank you. Thank you. കീഴിലല്ലേ ഈ സ്കൂൾ? ഇതാണ് ബാബുരാജ് സാറിന്. ഓ, എന്ത് നല്ല സുഖം ഇതിനകത്ത് കയറിയപ്പോൾ. ബ്രൂണൈ വിഷൻ നോക്കിയേ, 2035. ആ സീനിയർ മാസ്റ്റർ മിസ്ട്രസ് ഡെപ്യൂട്ടി പ്രിൻസിപ്പൽ അക്കാഡമി. ഞങ്ങളപ്പം ആൻ്റണി ഏബൽ കോളേജിൽ നിൽക്കുവാണ്. കോളേജ് എന്ന് പറഞ്ഞാൽ ഇത് സ്കൂളാണ്. എനിക്കറിയാം, ഞങ്ങളുടെ കൊച്ചുമക്കൾ ഓസ്ട്രേലിയ പഠിക്കുന്നത് AB പാറ്റസൺ കോളേജായിരുന്നു. സോ ലൈക്ക് ദിസ് സ്കൂൾ ഈസ് ഓൾസോ നോൺ ആസ് ആൻ്റണി ഏബൽ കോളേജ്. ആൻഡ് ഇപ്പം നമ്മുടെ പെർത്തിലുള്ള പാർവതിബായി രാജൻ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്ന വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു ഓൾ. ഗോഡ് ബ്ലെസ് some യു. AC staff Oh, and my colleagues. okay, thank you dears. Yeah, thank you. ഉണ്ടോ, അസംബ്ലി ഹാളാണ് ഈ കോളേജിൻ്റെ. AC. So indoor games also going on? No, not now. Earlier ഇത് കോർട്ടായിരുന്നോ? ഇതേ കോർട്ട് വരച്ചേക്കുന്ന. ഓ, ഇത്ര സൗകര്യമല്ലേ, ഭയങ്കര സ്പേഷ്യസാണ്. പോപ്പുലേഷൻ ഇസ് വളരെ കുറവാണ്. ചെറിയൊരു കൊച്ചു പട്ടണമാണ് സെറിയ. അവിടെയാണല്ലോ ഞാൻ ഈ വളർന്നതും എല്ലാം. പറഞ്ഞ പോലെ കുഞ്ഞാവയായിട്ട് ഇവിടെ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പം ആ പട്ടണത്തിൽ ഇങ്ങനെ എനിക്ക് ഇത്രയേ ഉള്ളൂ, അന്ന് ഇത്രയും കൂടി ഇല്ലായിരുന്നു. ഞാൻ ഈ കൊമേഴ്ഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കൊമൻസറേറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഇപ്പം ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇപ്പോഴത്തെ സൂപ്പർ സേവ് ആണെന്നാണ് പറയണത്. രാജ്പിള്ള ദേ ഇൻസൈഡ്. ഞാൻ നല്ല വെയിലും ചൂടുമാണ്. അപ്പോൾ ആൾ പുറത്തിറങ്ങിയില്ല. ഞാനൊരു വീഡിയോ കവർ ചെയ്യാമെന്നും പറഞ്ഞിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഓക്കേ, ഓ മൈ ഗോഡ്. ദേ ശോഭ, ഇത് കണ്ടോ, നമ്മൾ റബീനയുടെ കഥ പറഞ്ഞപ്പോൾ എന്തേ ബാബുരാജ് സാറ് മേടിച്ചു തന്നതാ കേട്ടോ. അതിനാ പോയെന്ന് അറിഞ്ഞില്ല. ചേട്ടാ എന്തിയാ ചേട്ടൻ്റെ റബീന? Yeah, we are going to drink, enjoy. Thank you. ഇങ്ങനെ സന്തോഷിക്കാതിരിക്കാതെ റബീനയുടെ കൂടെ ചോക്ലേറ്റും കിട്ടി. പണ്ടത്തെ പോലെ ഇപ്പം ചോക്ലേറ്റ് ഒക്കെ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ, എന്നാലും കഴിക്കാമല്ലേ, എന്നിട്ട് വർക്കൗട്ട് ചെയ്യാല്ലേ. ഇത് കണ്ടോ, ബ്രൂണൈ ഈസ് ദ സിറ്റി ഓഫ് ഓയിൽ ആണ്. എന്നിട്ട് ഈ സിറ്റിക്ക് ആവശ്യമുള്ള ഓയില് റിഫൈൻ ചെയ്തെടുക്കുന്നത് ദേ കാണുന്നുണ്ടോ. ഓഹോ, ദ ഹോൾ ബ്രൂണൈ. ലുക്ക്, ഇവിടെയാണ് കണ്ടോ, ഫ്ലെയിം കാണുന്നുണ്ടോ. യെസ്, ഇതിലോട്ട് കയറുവാണ് കേട്ടോ. ആൾക്കാർ വന്നിട്ടുണ്ട് പാർക്കിലേക്ക്, കണ്ടില്ലേ? ആ പാർക്കിൽ കിടക്കുന്നത് ആ റിവറിന്റെ പേരെന്താ അറിയാമോ? അന്തൂക്കി അന്തൂക്കി എന്നാണ് പറയാ നമ്മൾ.
ഇന്നലെ നമ്മൾ വാട്ടർ വില്ലേജിൽ പോയല്ലോ, ക്യാമ്പങ്ങയർ. അത് ബ്രൂണൈ റിവറിന്റെ മുകളിലാണെന്നാ പറയുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തു. ഏറ്റവും വലിയ വാട്ടർ സെറ്റിൽമെന്റ് ആണ്. അത് നല്ലൊരു വീഡിയോ 9 minutes കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ പെരയിലൊക്കെ ഇരുന്ന പോലെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ അല്ലെങ്കിലും ഇവിടുത്തെ വാട്ടർ എല്ലാം ക്രോക്കഡൈൽ ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ വളരെ കെയർഫുൾ ആക്കി വെക്കും നമ്മളെ, മുതല പിടിക്കുമെന്നും പറഞ്ഞു. ഇത് നോക്കിയേ, ഈ പാർക്കിലും പണ്ട് വന്നിട്ടുള്ള പോലെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവറോൺമെൻറ്റ്, പാർക്സ് ആൻഡ് റിക്രിയേഷൻ, മിനിസ്ട്രി ഓഫ് ഡെവലപ്മെൻറ്റ്, നെഗാര, ബ്രൂണൈ, ദാറുസലാം. യെസ്, അവിടെയാണ്. അപ്പോൾ ഓരോ നോട്ടീസ് നമ്മൾ എന്താ അരുതാത്തൊന്നും ചെയ്യരുത്, ഡംപ് റബിഷ്, അത് ചെയ്യാൻ പാടില്ല. അപ്പം ഇത് ഞങ്ങളൊന്ന് ചെറിഷ് ചെയ്യാൻ, അവർ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ചെറിഷ് വിത്ത് രാജ്പിള്ള വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള പോലെ ഉണ്ട് കേട്ടോ. കൊച്ചിനെ വന്ന, പക്ഷേ ഇത്രയും ഡെവലപ്മെന്റ്സ് ഉള്ളതായി തോന്നുന്നില്ല. നമ്മളിങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് എവിടെയൊക്കെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. ലോട്ട് ഓഫ് നൈസ് ഗുഡ് മെമ്മറീസ്. ആൻഡ് എപ്പോഴും നമ്മൾ വീട്ടിച്ചല്ലോ. ഈ മുതല ഇവിടെ ഉണ്ടാവും അല്ലേ? ശല്യക്കാരനാണ്, അത് കാരണം അതിനെ സൂക്ഷിക്കണം എന്ന് പറയാം. പാർക്ക് ചെയ്യുന്ന ഞങ്ങള് പുറത്തിറങ്ങുവാണ്. യെസ്, ബൈ ബൈ അന്തുക്കി പാർക്ക്. ലഞ്ചിന് ഇവിടെ വന്നിരിക്കുവാണ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇൻസൈഡ്. നല്ല ഒന്നാം തരം സെറ്റ് ലഞ്ചാണ് കേട്ടോ ഇവർ കഴിക്കുന്നത്. നോക്കൂ, ഫിഷ് ഹെഡ് കറി ഈസ് സോ ഫേമസ് ഇൻ ബ്രൂണൈ, ഇൻ മലേഷ്യ, ഇൻ സിംഗപ്പൂർ. നല്ല ഫുഡാണ് കേട്ടോ. ഞാൻ കഴിച്ച ഫിഷ് ഹെഡ് കറി സൂപ്പർ. നല്ല ഫുഡല്ലേ ഏട്ടാ? വീണ്ടും ഷെല്ലിൻ്റെ ഏരിയയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ബ്രൂണൈ ഷെൽക്കു ഷെല്ല്. അല്ല, പൂച്ച ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും ഷെൽക്കോയുടെ അകത്തുകൂടി നമ്മൾ പോകുന്നു. കുഞ്ഞിലേക്ക് പോയത് വേറെ ഹോസ്പിറ്റലാണ്, പക്ഷെ അത് ഇങ്ങോട്ട് വന്നു, പനങ്ക ഹെൽത്ത് സെൻറ്റർ. അപ്പം ഞങ്ങൾ ചെറുതിലേക്ക് കൊണ്ടുപോയ ഒരു ഹോസ്പിറ്റലുണ്ട്, BSB KB സിറിയയില്. അതിപ്പം അത് ഇങ്ങോട്ടാക്കി. ഒരുപാട് വർഷമായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പോലും കറണ്ട് ഫെയിലിയർ ആയിക്കൂടെ ഇവിടെ? എങ്ങനെ ആളതിനകത്തിരിക്കും? കൊച്ചു വീടുകളിൽ നമ്മളാ പോയ കണ്ട പനക ഹെൽത്ത്. അവിടെ കയറാൻ പറ്റുമോ? എമർജൻസീസ്. അപ്പം ഇവിടെ നമുക്ക് നല്ല ബന്ധമുള്ള സ്ഥലമാണ് കേട്ടോ. കുഞ്ഞുങ്ങളായിരിക്കുമ്പം പെട്ടെന്ന് അസുഖമൊക്കെ വരൂലേ? കണ്ട. സോ ദിസ് ഈസ് അണ്ടർ ഗവൺമെന്റ് ഓഫ് ബ്രൂണൈ ആണോ? ഗവൺമെന്റ് ഓഫ് ബ്രൂണൈ. ഓക്കെ, അണ്ടർ ഷെൽ കമ്പനിയാണ്. F എന്നൊക്കെ പറയണേ. അത് അവരുടെ ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓ, ഈ ലൈനിലായിരുന്നു നമ്മുടെ വീട്. പിന്നെ നമ്മൾ കൊച്ചിലെ കളിക്കാൻ വന്ന സ്ഥലം BSRC എന്ന് പറഞ്ഞ ഷെൽ റിക്രിയേഷൻ ക്ലബ്. ഓ, ബ്രൂണൈ ഷെൽ റിക്രിയേഷൻ, BSRC റിക്രിയേഷൻ ക്ലബ്. ഇവിടെ ഇവര് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ വന്നിട്ടുണ്ടാവുക കളിക്കാൻ. മനസ്സിലായി. ഷെൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അന്ന് കണ്ടത്. ആ പടം ഇടയ്ക്കെടുത്തൊന്ന് ഇടാം. ശരിക്കും പറഞ്ഞാൽ ടൈൽഡ് ബിൽഡിങ്ങിലായിരുന്നു അന്നത്തെ ഹെഡ് ഓഫീസ്. ഇന്നിപ്പോൾ ഇരിക്കണുണ്ടോ ബ്രൂണൈ ഷെൽ.
പോലത്തെ ആയിരുന്നു വീട്. അപ്പുറത്തെ കടല. അന്ന് ഇത്ര ഈ റോഡിന് ഇത്ര വലിപ്പമൊന്നും കാണില്ല ഏട്ടാ. റോഡ് കാണില്ല. റോഡുണ്ട്, മറ്റേ വീട്ടിലെ വണ്ടികൾ പോണ റോഡാണ്. അതേ നോക്കിയ വലത്തുവശത്ത് കണ്ടോ കാണുന്നത് സംഭവം അത് തന്നെ. നമ്മളാ പോയ ലൈനൊക്കെ തന്നെ. ഇപ്പൊ ഒരു മേൽപ്പാലം കണ്ടു. ആ മേൽപ്പാലം പോലെ അന്ന് നമ്മൾ കയറിയിട്ടുണ്ട് കനാലിന്റെ പുറത്തൂടെ. അപ്പുറത്ത് ചെന്നപ്പോഴും നമ്മൾ ഇത് 2-3 വീട് കണ്ടു. പക്ഷെ അതല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഇങ്ങനത്തെ വീട് തന്നെയാണ്. ചോക്ലേറ്റ് വാങ്ങാൻ ഒത്തിരി ദൂരം പോയതോ? ഇല്ല, ഒരുപാട് വണ്ടിയിലല്ലേ ഇരിക്കാൻ, അങ്ങനെ ഓർമ്മയില്ല. ഇവിടെ ഇറങ്ങി. ഞങ്ങൾ പണ്ട് കുറെയൊക്കെ മേടിക്കും, ഇപ്പം വേണ്ടല്ലോ, ഇത്രയും മേടിച്ചു കേട്ടോ. ഇതാ ഞങ്ങൾ ഇറങ്ങി വരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 2000 വീട്, നമ്മള് 1,00,000 വീട് എന്നൊക്കെ പറയും. അതുപോലെ 2000 വീട് ഹൗസിംഗ് സ്കീമാണിത്. സുൽത്താന്റെ പ്രോജക്റ്റ് അല്ലേ? അപ്പൊ സാധുക്കൾക്ക് അപ്ലൈ ചെയ്യാം. ആർക്കും വീടില്ലാതിരിക്കില്ല. എല്ലാവർക്കും പാർപ്പിടം എന്നുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത്, ഹൗസിംഗ് സ്കീം. അങ്ങനെ ബ്രൂണൈയില് എല്ലാ 4 ഡിസ്ട്രിക്റ്റിലും ഉണ്ടോ? ഓക്കെ. ഇതോടുകൂടി അവർക്ക് സ്ഥലം കിട്ടുമോ? ഇല്ല, ആ സ്ഥലവും വീടും ആ ഒരു ഏരിയ മാത്രം. ഇത് ഈ റൈറ്റ് സൈഡിലും ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കണ്ടോ? ഭയങ്കര പ്രോജക്റ്റ് ആണല്ലോ. അപ്പൊ ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ ഗവൺമെന്റ് തന്നെ ചെയ്തോളൂ? അത് എനിക്ക് തോന്നുന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവരാ ചെയ്യും. ഇവർക്ക് വേണമെങ്കിൽ മോഡിഫൈ ഒക്കെ ചെയ്യാം വിത്തിൻ ദ ലിമിറ്റ്. ഇത് കുറവും മാത്രം ഏരിയ. അപ്പൊ ഇപ്പൊ നമ്മള് ഷെൽ പ്രോപ്പർട്ടിന്ന് പുറത്തിയാടി. ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടി. ഒരു വഴിയാണ്, വഴിയുടെ പേരാണ്. അങ്ങനെ 3rd ഡേ ഞങ്ങളുടെ എക്സ്പ്ലോർ ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വി ആർ എക്സ്പ്ലോറിങ്. വേസ്റ്റിട്ട് മേക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ടോ? ഹൈറ്റാക്കി അവിടെയൊക്കെ അതൊക്കെ വയ്ക്കുന്നതായിരിക്കും. വന്ന് വീണ തേങ്ങ തന്നെ കളിച്ചു വന്നായിരിക്കും. പക്ഷെ വേസ്റ്റ് മുഴുക്കി ഇവിടെ ഇടുന്നുണ്ട്. ഹൈറ്റാക്കുക. ഉള്ളിൽ നിൽക്കുന്ന ആ വാഴ എന്നും അതിൽ കൊല വന്നാലും പക്ഷികളൊക്കെ കഴിച്ചു പോവേയുള്ളൂ. അതാരും എടുക്കുമെന്ന് തോന്നുന്നില്ല. കസേര വരെ കൊണ്ടിട്ട് ഈ വശത്ത് വീണ്ടും ആ ഹൗസിംഗ് കോളനി തന്നെയാണ്. അവരെല്ലാം കട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഇവിടെ ലംബ് ചെയ്ത് റെഡി ആവുമായിരിക്കും. കുറെ കഴിയുമ്പോൾ ഹൈറ്റ് ഒന്നല്ല. പിന്നെ അതെ, സൂപ്പർ. ചുമര് കെട്ടിപ്പൊക്കുന്നതല്ല. ആ ചുമര് ഒരു സ്ലാബ് ഇങ്ങനെ കൊണ്ടുവന്ന് സ്ലാബുകളാണ്. അപ്പൊ പെട്ടെന്ന് പരിപാടി. എനിക്ക് തോന്നുന്നു നിങ്ങള് ബന്ദാറിന്ന് വരുമ്പോ കണ്ടിട്ടുണ്ടാവും ചില ഹൗസിംഗ് കോളനി ഇതുപോലത്തെ. കൊള്ളാം ഈ ഏരിയ നമ്മൾ കണ്ടത്. ഈ പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേര് ചെറിയാണോ? ഇത് പനകയാണ്. പനക. ഞാൻ പറഞ്ഞേ പനകയിൽ ഷീറ്റ് ഉണ്ട്. ഈ ഔട്ട്സൈഡിലല്ല, ഈ ജിപ്സം ഷീറ്റ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഇപ്പോൾ. അതെ, ഫാക്ടറി ജിപ്സം ഒരു വലിയ തലവേദനയായിരുന്നു പൈപ്പറോടെ. അപ്പോഴാണ് ഇപ്പൊ ജിപ്സം ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ ഇപ്പൊ ഈ 2000 വീട് 2000 ഹൗസിംഗ് പ്രോജക്റ്റ്. സൂപ്പർ. ഇതൊക്കെ പിന്നെ അങ്ങ് ബലമായിട്ട് കിടക്കും. കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ ഹൈറ്റ് ആവാതിരുന്നാൽ മതിയല്ലോ. 2-3 സ്ലാബ് ഇട്ട്. ഞങ്ങളൊരു ഹാള് സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ്. ഈ സിമെന്റ് ഷീറ്റ് കിട്ടും. നല്ല ഹാളിലാണ്, 1 ഇഞ്ച് അത് ഡബിൾ ലെയർ ആക്കി ചെയ്യുന്ന. അതിപ്പോ അവര് തന്നെ ചെയ്തതാ. ഇതെടുത്തോ അവര് എക്സ്ട്രാ എടുത്തോ.
പിന്നെ ഇവിടെ ഇങ്ങനെ കച്ചവടമുണ്ട് ഇവരുടെ വൈകുന്നേരം ശരി. രാവിലെയും വൈകുന്നേരം ഇവരുടെ വീട്ടുകാരനൊക്കെ ചെറിയൊരു ബിസിനസ്. ഇത് നമ്മുടെ അവിടെ ഒരു പ്രോബ്ലമാണ് ഞങ്ങൾക്ക് ഈ ഓല, തെങ്ങിന്റെ ഓല ആരും കത്തിക്കില്ല, എല്ലാം ഗ്യാസ് കാറല്ലേ. ഒക്കെ രണ്ട് സൈഡിലും വീടുകൾ, ഇതുപോലത്തെ വീട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പം എന്തുമാത്രം നമ്മൾ കവർ ചെയ്തു. മേ ബി 2000 ഹൗസസും ഇവിടെ തന്നെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പനാഗയിൽ 2000 ഹൗസസ്, അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ പണിതിട്ടുണ്ട്. ഇത് എത്ര വർഷമായി കാണും ഈ പ്രോജക്റ്റ്? ഇത് ഞാൻ വന്നതിന് ശേഷം ഒരു 10 years ആയി. ഒരു 10 കൊല്ലത്തിലുള്ളൊരു പ്രോജക്റ്റാണ്. ദിസ് ഈസ് എ റോയൽ ഗസ്റ്റ് ഹൗസ്. പാലസ്. ഞങ്ങളുടെ 3rd ഡേ ട്രിപ്പ് തൽക്കാലം മൈൻഡപ്പ് ചെയ്ത് ഞങ്ങളിങ്ങ് വരുവാണ് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ ഞങ്ങൾ താമസിക്കുന്ന സീ വ്യൂവിൻ്റെ. ഒന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങുവാണേ. നടന്നിട്ടൊക്കെ വരട്ടെ. ഇത് നമുക്ക് ആദ്യം എടുത്തത് ഹൈവേ ആണിത്. എപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ ഓരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. വൈകിട്ട് പറഞ്ഞപ്പം എല്ലായിടത്തും സുൽത്താൻ്റെ പടമുണ്ട് കേട്ടോ. കണ്ടോ? സ്റ്റാർബക്സ് കോഫി നോക്കട്ടെ. ഞങ്ങൾ വീണ്ടും ഡിന്നർ കഴിച്ചിട്ടാണ് റൂമിൽ പോവാന്ന് വെച്ച് കേട്ടോ. ഡിന്നർ കഴിച്ചിട്ട് സണ്ണി ബി ഈസ് എ ബേക്ക് ഷോപ്പാണ്. സോ വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ ഹിയർ. രാവിലെ ഇവിടെ തന്നെയാണ് വന്നത്. അപ്പം വൈൻഡപ്പ് ചെയ്തു. ഞങ്ങളിരിക്കുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദ ഡെക്കറേഷൻസ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ ഹിയർ ടുനൈറ്റ്. ഡിന്നർ വിശേഷമാണ് കേട്ടോ. കൊയ്ത്തിയോ നമുക്ക് ഭയങ്കര ഇഷ്ടം. സീ ഫുഡാണ്. ലുക്ക് അറ്റ് ദാറ്റ്. ചിക്കൻ സൂപ്പുണ്ട്. ഇത് ഫിഷ് ബോൾസാണ്. ഒരു ഡെസർട്ട് ചോദിച്ചപ്പോൾ ഇത്രയും വലുതാണെന്ന് കരുതിയില്ല. അപ്പം ഞങ്ങൾ ഇത്രയും മതി നമുക്ക്. ഓക്കെ, ദിസ് ഈസ് അവർ ഡിന്നർ. വി ആർ ഗോയിങ് ടു എൻജോയ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ 3rd ഡേ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞു. ഇതാ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്. സീ യു ഓൾ ടുമോറോ വിത്ത് ദ 4th ഡേ ബ്രൂണൈ ഡേ.